ഹായ്. ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റി. എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. യഥാർത്ഥത്തിൽ എന്താണ് ഈ വ്യക്തിത്വം? നമ്മുടെ ദുർബലതകൾ, നമ്മുടെ ശക്തികൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഒരു യുണീക്ക് സ്വഭാവമുള്ളതാണ്. അതായത് ഓരോ മനുഷ്യനും ഓരോ യുണീക്ക് വ്യക്തിത്വങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയും നമ്മുടെ തമ്പും എല്ലാം ഓരോ മനുഷ്യരിലും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് കാഴ്ചയിൽ വളരെ സിമിലാരിറ്റി തോന്നുന്ന ആളുകളെല്ലാം അവരുടെ മാനസികമായിട്ടും വ്യക്തിത്വപരമായിട്ടും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ആരാണ്, നമ്മുടെ ശക്തികൾ എന്തൊക്കെയാണ്, നമ്മുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു വ്യക്തിത്വം എന്നത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ഒരു സമന്വയത്തെയാണ് പൊതുവെ വ്യക്തിത്വം എന്ന് പറയാറുള്ളത്. അത് തികച്ചും യുണീക്കാണ് എന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രൈമറി ലെവലിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ തരംതിരിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ ചിന്താശൈലി. ലോകത്തെയും ജീവിതത്തെയും ഒരാൾ എങ്ങനെ കാണുന്നു എന്നത് അയാളുടെ ചിന്താശൈലിയെ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ വികാരങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ ഫീലിങ്സ് അഥവാ സന്തോഷം, സങ്കടം, ഭയം എന്നിവ പോലുള്ള വികാരങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. മറ്റൊന്ന് പെരുമാറ്റം. ഒരാൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ഉദാഹരണമായി പറഞ്ഞാൽ ചിലർ സൗമ്യമായി പെരുമാറുന്നു, ചിലർ പരുഷമായി പെരുമാറുന്നു, ചിലർ ഒരുമാതിരി നിസ്സംഗതയോടുകൂടി പെരുമാറുന്നു. അങ്ങനെയുള്ള വിവിധ തരം പെരുമാറ്റ രീതികൾ ഓരോ വ്യക്തിയിലും നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന് പ്രേരണ. നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള പ്രേരണയിൽ നമ്മൾ വശംവദരാകുക ആണെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതായത് സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും മറ്റുള്ള പ്രേരണയാൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതായി ഏറ്റവും ബേസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി മനഃശാസ്ത്രജ്ഞന്മാരുടെ വിവിധങ്ങളായ അളവുകോലുകൾ അനുസരിച്ച് വിവിധ ടെസ്റ്റുകളിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട 4 തരം സൈക്കോമെട്രിക് അനാലിസിസ് ടെസ്റ്റുകളാണ് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റിയെ തരംതിരിക്കാനായി മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഈ ടെസ്റ്റുകളെല്ലാം പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത്. ഒന്നാമതായി നമ്മൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച്, രണ്ടാമതായി നമ്മൾ എങ്ങനെ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച്, മറ്റൊന്ന് നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ച്, ഇനി 4ാമതായി വരുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ 4 അളവുകോൽ ഉപയോഗിച്ചാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ശാസ്ത്രലോകം. പ്രധാനമായിട്ടും നമ്മുടെ ശക്തികളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉണ്ടായിരിക്കും. ആ കഴിവുകൾ, താല്പര്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മുടെ ശക്തികളായി തിരിച്ചറിയുന്നത്. ഈ ശക്തികളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമതായി നമ്മുടെ ദുർബലതകളെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ ദുർബലതകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ സ്നേഹം ബലഹീനതയായിട്ടുള്ളവരുണ്ട്. വളരെയധികം സെൻറ്റിമെൻ്റലായിട്ട് സംസാരിക്കുന്ന ആളുകളോട് അനുകമ്പയോടുകൂടി വളരെ ദുർബലമായ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ളവരുണ്ട്. അതിന് പോസിറ്റീവും നെഗറ്റീവും വശമുണ്ട് എങ്കിൽ തന്നെയും അത് ഒരു ഉദാഹരണത്തിനായി നമ്മളിവിടെ എടുത്തു കാണിക്കുകയാണ്. മറ്റൊന്ന് വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുള്ള ആളുകൾ. നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം അത് പലപ്പോഴും നമ്മുടെ ഒരു പാഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ താല്പര്യങ്ങളെ കണ്ടെത്തി അവയെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും കണ്ടിട്ടില്ലേ, താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ ആളുകൾ സന്തുഷ്ടരാകുന്നതും സന്തോഷിക്കുന്നതും. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊന്നാണ് നമ്മൾ മൂല്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത്. ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. ആ മൂല്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ മൂല്യങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവിശേഷം ഓരോ മനുഷ്യരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളാണ്. മറ്റൊന്ന് നമ്മുടെ പെരുമാറ്റങ്ങളെ വിലയിരുത്തുക എന്നുള്ളത്.
മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ള ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. പോസിറ്റീവ് ആയിട്ട് ഉള്ള ചിന്താഗതിക്കാരും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിക്കാരും ആയിട്ടുള്ള വ്യക്തികളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഓരോ മനുഷ്യൻ്റെയും ചിന്തകൾ, അതായത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ആ ചിന്തകളാണ് ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. നെഗറ്റീവ് ചിന്താഗതിക്കാരനായ ഒരാൾ, അയാളുടെ ജീവിതത്തിലും നെഗറ്റിവിറ്റിയുടെ പ്രാധാന്യം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ചിന്താഗതിക്കാരനായ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പോസിറ്റീവ് ചിന്താഗതിയുടെ പ്രസക്തി അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും ഒരു പ്രധാന കാരണങ്ങളായി മാറിയേക്കാം. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘടകങ്ങളാണ്. മറ്റൊന്ന്, നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങളുണ്ട്. ഓരോ മനുഷ്യനും അയാളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചോ താല്പര്യങ്ങൾക്കനുസരിച്ചോ വിവിധങ്ങളായ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. ആ സ്വപ്നങ്ങളെ നമ്മൾ തിരിച്ചറിയുക, അതിനകത്ത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി നമുക്ക് പിന്തുടരേണ്ടതായ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ മോശം സ്വപ്നങ്ങൾ പലതും നമുക്ക് വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തന്നെ പുറന്തള്ളേണ്ടതായിട്ടും വന്നേക്കാം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് വ്യക്തിത്വത്തിൻ്റെ അളവുകോലിൻ്റെ മറ്റൊരു ഘടകം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങൾ നമ്മൾ ഓരോരോ പ്രശ്നങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മനഃശാസ്ത്രജ്ഞന്മാർ ധാരാളം പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതാനും ടെസ്റ്റുകളെ നമ്മൾ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ടെസ്റ്റുകൾ ഓരോന്നും വ്യത്യസ്തമായ പ്രശ്നങ്ങളോട് നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു വിജയമോ തോൽവിയോ ഉള്ള ടെസ്റ്റ് എന്നുള്ളതല്ല. ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, സാമൂഹികമായിട്ടും പല രീതിയിൽ പ്രതികരിക്കുന്ന ചില സ്വഭാവങ്ങളോട് അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് നമ്മൾ ഓരോരുത്തരും എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ നമ്മൾ നോട്ട് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഏത് തരം ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് തരം സ്വഭാവത്തിനുടമയാണ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏകദേശ കാൽക്കുലേഷനാണ്. ഇന്ന് ലോകത്ത് കൂടുതൽ ആളുകൾ അഡോപ്റ്റ് ചെയ്യുന്ന വിവിധങ്ങളായ ടെസ്റ്റുകളെ നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഓരോരോ സ്വഭാവത്തിൻ്റെ, ഓരോരോ ക്യാരക്ടറിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നതിനെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പ്രധാനപ്പെട്ട 5 തരം സൈക്കോമെട്രിക് അനാലിസിസുകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് MBTI, മൈറസ് ബ്രിഡ്ജ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊന്ന് ഡിസ്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ്. മൂന്നാമതായി വരുന്നത് ബിഗ് 5 പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഓഷ്യൻ മോഡൽ എന്ന പേരിലും അറിയപ്പെടുന്നു. നാലാമതായി വരുന്നത് ഹോളണ്ട് കോട്ട് കരിയർ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അഞ്ചാമതായി വരുന്നത് ക്ലിഫ്റ്റൺ സ്ട്രെങ്ത് അനാലിസിസ് ടെസ്റ്റ്. ഇതാണ് പ്രധാനപ്പെട്ട 5 ടെസ്റ്റുകളായി ഇന്ന് മനഃശാസ്ത്ര ലോകം കൂടുതലായി അംഗീകരിക്കപ്പെടുന്നത്. ഈ ടെസ്റ്റുകളിലെല്ലാം ഏർപ്പെടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ കൃത്യത അനുസരിച്ച് മാത്രമേ ഓരോ ടെസ്റ്റിനും ഏകദേശമായിട്ടുള്ള ഒരു റിസൾട്ടിൽ എത്താൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ സ്വഭാവം പൂർണ്ണമായി വെളിവാക്കാതെ പലരും ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇവർ ഹൈഡ് ചെയ്തുകൊണ്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നേരായ ഒരു റിസൾട്ടിൻ്റെ അടുത്ത് പോലും എത്തിയല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സത്യസന്ധത. ഒരു കാര്യത്തോട് നമ്മുടെ അഭിപ്രായം, നമ്മുടെ മനോഭാവം പ്രകടിപ്പിക്കാൻ പറയുന്ന ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ടും നമ്മുടെ മനോഭാവം അതിൽ പ്രതിഫലിപ്പിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ റിസൾട്ടിലും ആ ഒരു മനഃശാസ്ത്ര പ്രതിഫലനം ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഉദാസീനമായി നമ്മൾ മാർക്ക് ചെയ്യുന്ന ആൻസറുകൾ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ സ്വഭാവവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ള കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ പരമാവധി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശദീകരിക്കുന്ന ഓരോ ടെസ്റ്റുകളും അതാതിൻ്റെ ആത്മാർത്ഥതയോടും സീരിയസോടും കൂടി ടെസ്റ്റുകൾക്ക് വിധേയമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും പ്രധാനപ്പെട്ട ടെസ്റ്റുകളെ നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ പറയുന്നത് MBTI അല്ലെങ്കിൽ മൈറസ് ബ്രിഡ്ജ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ആളുകളെ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ജനപ്രിയ ടെസ്റ്റാണ്.
പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ ജങ്ങിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ടെസ്റ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ നമുക്കിവിടെ പരിചയപ്പെടാം. ഇതിലെ ഓരോ ടെസ്റ്റുകൾക്കും വിവിധങ്ങളായ 5ഓളം അളവുകോലുകളുണ്ട്. ഈ ഓരോ അളവുകോലിനോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കി ചില കോഡുകൾ രൂപപ്പെടുകയും അങ്ങനെ രൂപപ്പെടുന്ന കോഡുകൾ ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഏകദേശം 16ഓളം വിവിധങ്ങളായ കോഡുകളിലൂടെ വ്യത്യസ്തങ്ങളായ മനുഷ്യ സ്വഭാവങ്ങൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അവ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡയറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായത് പ്രത്യേകിച്ചും നമ്മൾ ആ ടെസ്റ്റിന് വിധേയമായെങ്കിൽ മാത്രമാണ് നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, ഇതിലെ 4 ഓപ്ഷനുകളിൽ വരുന്ന ഓരോരോ അളവുകോലുകളോട് നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കി രൂപപ്പെടുന്ന ഓരോ കോഡുകൾ ഓരോ മനുഷ്യൻ്റെ ഓരോ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട 4 അളവുകോലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എനർജി സോഴ്സ്. അത് ഓരോ മനുഷ്യരിലും അതിൻ്റെ കൂടിയ അവസ്ഥയിലും കുറഞ്ഞ അവസ്ഥയിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഊർജ സോഴ്സ് കൂടിയ അളവിലും വളരെ കുറഞ്ഞ അളവിലും ഓരോ വ്യക്തിയിലുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റുകൾ ഏതിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി അയാൾ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് നമുക്ക് ഒരു ധാരണയിലെത്താൻ സാധിക്കും. ഇതിനെ സൂചിപ്പിക്കുന്നതിനായി നിരവധി ക്വസ്റ്റ്യനെയറുകളുണ്ട്. നമ്മുടെ ഊർജ സോഴ്സുകൾ പ്രതിഫലിപ്പിക്കുന്ന ധാരാളം ക്വസ്റ്റ്യനുകളുണ്ട്. അതിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്യുന്ന ആൻസറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ള ഒരു അനുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ മറ്റൊരു അളവുകോലാണ് നമ്മളുടെ സെൻസിങ് പവർ. ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലുള്ള നമ്മുടെ സെൻസിങ് പവർ അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് അത് സെൻസിങ് ആയിരിക്കും, ചിലർക്ക് അത് ഇൻഡ്യൂഷൻ ആയിരിക്കും. കാരണം ഒരു വസ്തുക്കളോടോ ആശയങ്ങളോടോ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മൾ വളരെ അധികം ഇൻഡ്യൂഷനോടുകൂടി പ്രതികരിക്കുന്ന ആളുണ്ട്, അതുപോലെ തന്നെ വൈകാരികമായി പ്രതികരിക്കുന്നവരുമുണ്ട്. അതുപോലെ മറ്റൊരു അളവുകോലാണ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി പലർക്കും വ്യത്യസ്തമായിരിക്കും. ചിലർ ചിന്തിച്ച് ഡിസിഷൻ എടുക്കും, ചിലർ പെട്ടെന്ന് തോന്നുന്ന ഒരു ഫീലിങ്ങിൻ്റെ പേരിൽ ഡിസിഷൻ എടുക്കും. ഇത് രണ്ടും ഓരോ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ 2 സ്വഭാവവിശേഷങ്ങളുടെ അളവുകോലാണ്. എന്തുമാത്രം നമ്മൾ ഇതിനോട് അടുത്തിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുന്ന കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്യാരക്ടറും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മുടെ ജീവിത ശൈലിയെയാണ്. 2 വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികളോട് നമ്മൾ എങ്ങനെ താദാത്മ്യം പ്രാപിക്കുന്നു എന്നത് നമ്മുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാം. അതായത് ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്തുന്നത് 2 രീതിയിലാകാം. ഒന്ന് അവയെ ഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം, മറ്റൊന്ന് അവയെ ജഡ്ജ് ചെയ്തുകൊണ്ടായിരിക്കാം. ഇങ്ങനെ 2 ധ്രുവങ്ങളിലുള്ള 2 ആൻസറുകൾക്കിടയിലുള്ള പോയിന്റുകൾ, അതിനെ അടിസ്ഥാനമാക്കി ഈ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റേഷൻ കാറ്റഗറിയെ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ലഭിക്കുന്ന മാർക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ പോയിന്റുകൾ അല്ലെങ്കിൽ കോഡുകൾ അനുസരിച്ച് രൂപപ്പെടുന്ന കോഡുകളുടെ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ സ്വഭാവങ്ങൾ, അതായത് MBTI ടെസ്റ്റ് അനുസരിച്ച് ഏകദേശം 16ഓളം വിവിധങ്ങളായ ക്യാരക്ടറുകളെ നമുക്കിവിടെ പരിചയപ്പെടാം. ഈ കാറ്റഗറിയിൽപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നതിനെപ്പറ്റി അവരവർക്ക് തന്നെ കൃത്യമായിട്ട് ഒരു അവഗാഹം നേടുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെപ്പറ്റി അറിഞ്ഞാൽ അവരോട് ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഉള്ള കാര്യത്തെപ്പറ്റിയും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ലഭിക്കും. ഇങ്ങനെ നമ്മുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ക്യാരക്ടറിന് യോജിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലാണ് പലപ്പോഴും കരിയറുകൾ സക്സസ് ആവാറുള്ളൂ. ഇങ്ങനെ കരിയർ സക്സസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ടെസ്റ്റുകൾ ഇവിടെ ആവിഷ്കരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെയും ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ ഇതുപോലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. MBTI ടെസ്റ്റിൻ്റെ 16 ക്യാരക്ടർ പ്രത്യേകതകളിൽ പെടുന്ന ഒന്നാണ് ആർക്കിടെക്ട്സ്. അതായത് നമ്മൾ കാര്യങ്ങളോട് വളരെ
ആർക്കിടെക്ചർ സമീപനത്തോടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളതും ഇമാജിനേറ്റീവ് ആയിട്ടുള്ളതും പ്രതികരണത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണുന്നതിനാലാണ് ഇതിനെ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ലോജീഷ്യൻ. പേര് പോലെ തന്നെ അനലിറ്റിക്കൽ ആയിരിക്കും, ഇൻവെൻറ്റീവ് നേച്ചറുള്ള ആളായിരിക്കും, പഠനം ഇഷ്ടപ്പെടുന്ന ലവ് ലേണിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ഈ ഒരു പ്രത്യേകത ലോജീഷ്യൻ ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് കമാൻഡർ. അതായത് പേര് പോലെ തന്നെ കമാൻഡിങ് ഇഷ്ടപ്പെടുന്ന, ബോൾഡ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ബോൺ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് കമാൻഡർ എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ഒരു ലീഡർഷിപ്പ് പവർ ഉണ്ടായിരിക്കും. മറ്റൊന്ന് ഡിബേറ്റർ എന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. അവർ എപ്പോഴും പേര് പോലെ തന്നെ ഡിബേറ്റിംഗ് സ്വഭാവമുള്ളവരായിരിക്കും, ക്യൂരിയസ് ആയിരിക്കും, ക്ലവർ ആയിരിക്കും, സ്നേഹത്തെ ഒരു ചലഞ്ചായി കാണുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള മനഃശാസ്ത്ര പ്രത്യേകതയുള്ള ആളുകളെയാണ് ഈ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അടുത്തതായി കാണുന്നത് അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റിൻ്റെ പ്രത്യേകത ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും, ഡീപ്ലി പ്രിൻസിപ്പൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും. നമ്മൾ ഒരു കാര്യത്തെ അതിൻ്റെ പൂർണ്ണമായും ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരിക്കും. ഇൻസൈറ്റ്ഫുൾ ക്യാരക്ടർ സ്വഭാവങ്ങളുള്ള ആളുകളായിരിക്കും ഈ കാറ്റഗറിയിൽ പെടുന്നത്. മറ്റൊന്ന് മീഡിയേറ്റർ സ്വഭാവം. അതായത് ക്രിയേറ്റീവ് ആയിരിക്കും, മറ്റുള്ളവരോട് കൈൻഡ്നെസ് ഉള്ള ആളായിരിക്കും, നമ്മളെ ചില മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും. അവർ എപ്പോഴും ഒരു മീഡിയേറ്റർ റോളിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും. മറ്റൊരു വിഭാഗമാണ് പ്രൊട്ടഗോണിസ്റ്റ്. അതായത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതിനും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളുള്ള ആളുകളായിരിക്കും. എട്ടാമതായി വരുന്നത് ക്യാമ്പയിനർ ക്യാരക്ടർ പ്രത്യേകതയിലുള്ള ആളുകളാണ്. അവരുടെ പ്രത്യേകത ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും, ഭയങ്കര വാല്യൂവിന് പ്രാധാന്യം കൊടുക്കുന്ന വാല്യൂ ഡ്രിവൺ ക്യാരക്ടർ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് ക്യാമ്പയിനർ എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. അടുത്തതാണ് ലോജിസ്റ്റീഷ്യൻ. ലോജിസ്റ്റീഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെ റിലയബിളായി കാണുന്ന ഒരു സ്വഭാവമായിരിക്കും, പ്രാക്ടിക്കൽ വശങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഓറിയൻറ്റേഷൻ നടത്തുന്ന ആളുകളായിരിക്കും. മറ്റൊരു ക്യാരക്ടറാണ് ഡിഫൻഡർ. അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡിന് ഉടമയായിരിക്കും, എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവരിൽ ഉണ്ടായിരിക്കുക. അതുപോലെ കാര്യങ്ങളെ ഭയങ്കര വാമായിട്ട് കാണുന്ന ഒരു സ്വഭാവവിശേഷം അവരിൽ ഉണ്ടാവാറുണ്ട്. അടുത്ത കാറ്റഗറിയായി വരുന്നതാണ് എക്സിക്യൂട്ടീവ്. കാര്യങ്ങളെ വളരെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു സ്വഭാവവിശേഷം ഇവർക്കുണ്ടായിരിക്കും, വളരെ എഫിഷ്യൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്, നാച്ചുറലായിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ ഇൻബോൺ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ അവർക്ക് ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകളാണ് എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ പെടുന്നത്. അടുത്ത ഒരു ക്യാരക്ടറാണ് കൺസോൾ. കൺസോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര കെയറിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, സോഷ്യലി ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ഫോക്കസ് ചെയ്ത്, അതായത് കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നഴ്സിംഗ് പോലെയുള്ള ജോലികൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഈ വിധത്തിലുള്ള ക്യാരക്ടറുകൾ. അടുത്തതായി വരുന്നതാണ് വിർട്യൂസോ. അവർ എപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, അഡ്വഞ്ചറസ് സ്വഭാവമുള്ള ആളുകളായിരിക്കും, എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും. ഇത്തരം കാറ്റഗറിയിൽ പെടുന്ന ആളുകളെയാണ് വിർട്യൂസോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ക്യാരക്ടറാണ് അഡ്വഞ്ചറർ. അഡ്വഞ്ചററിൻ്റെ പ്രത്യേകത വളരെയധികം ജെന്റിലായിരിക്കും, അതുപോലെ ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, അതുപോലെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുള്ള ആളുകളായിരിക്കും. ഇത്തരം ഉള്ള ആളുകളെയാണ് അഡ്വഞ്ചറർ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നതാണ് എൻ്റർപ്രണർ കാറ്റഗറി. അതായത് എനർജറ്റിക് ആയിരിക്കും, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് എൻ്റർപ്രണർ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അവസാനമായി എൻ്റർടൈനർ കാറ്റഗറിയിലുള്ള ആളുകളെ കൂടി നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇവർ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും, ഭയങ്കര എക്സ്പ്രസീവ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, അതുപോലെ ഫണ്ണിലും ലവിങ്ങിലും ഒക്കെ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇങ്ങനെ 16ഓളം വിവിധങ്ങളായ സ്വഭാവ വിശേഷങ്ങൾ അളക്കുന്നതിനായി ഓരോരോ ചോദ്യങ്ങളോട് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് പരമാവധി അടുത്ത് എത്തുവാൻ സാധിക്കും. ഇങ്ങനെ വിവിധങ്ങളായ ക്യാരക്ടറൈസ് പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ
നമ്മുടെ ചിന്തകളെ കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ സംവിധാനം ഓരോരോ വിദ്യാർത്ഥികൾക്കും സ്കൂൾ തലം മുതൽ ലഭ്യമാക്കേണ്ട ഒരു പാഠ്യേതര പ്രവർത്തനമാണ് ഇത്.